ലോക സിനിമ കണ്ടു വന്നവരൊക്കെ ചാത്തനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയാണ്. ഇല്ല കിട്ടാത്തൊരു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഐഡിയയും കിട്ടും. നമ്മൾ തന്നെ ഒരുപോലെ ഇരിക്കുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടെങ്കിൽ ചാത്ത സാധനം എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ചാത്തൻ തന്നെ ഒരുപോലെയുള്ള ഒരുപാട് പേരുണ്ട്. 389 കൂടപ്പുറപ്പുണ്ടെന്ന് തന്നെ അതിൽ പറയുന്നുണ്ട്. അതിന്റെ കഥ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ചാത്തൻ എന്ന് പറയുന്നത് വിഷ്ണുമായയിലുണ്ടായ ഒരു കുഞ്ഞാണ്. ശിവന് നായാട്ടിനെ എന്തോ കാട്ടിൽ പോയ സമയത്ത് കൂലിവാക എന്ന് പറഞ്ഞൊരു ട്രൈബൽ വുമനെ കാണും. കണ്ട് ശിവന് ചെറുതായിട്ടൊരു താല്പര്യം തോന്നും. പക്ഷേ ഈ കൂലിവാക എന്ന് പറയുന്ന സ്ത്രീ പാർവതിയുടെ വലിയൊരു ഭക്തയാണ്. അങ്ങനെ പാർവതിയെ മനസ്സിൽ ധ്യാനിച്ച് പാർവതി എടുത്തിട്ട് ശിവൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കൂലിവാകയുടെ രൂപത്തിൽ പാർവതി നിന്നിട്ട് അതിലുണ്ടായ കുഞ്ഞാണ് ഈ ചാത്തൻ. ഈ ചാത്തന്റെ ജനന ഉദ്ദേശം എന്ന് പറയുന്നത് ബൃങ്കാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ബൃങ്കാസുരനായിട്ട് ചാത്തന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് ചാത്തന്റെ ദേഹം മുറിഞ്ഞ് ദേഹത്തു നിന്ന് വീഴുന്ന ഓരോ തുള്ളി ചോരയും ഓരോ ചാത്തനായിട്ടുണ്ടാവും. അങ്ങനെ 400 ചാത്തന്മാരുണ്ടാവും. 400 ചാത്തന്മാരാവും. അങ്ങനെ ബൃങ്കാസുരൻ ചാത്തനെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമ്പോൾ 10 പേര് മരിക്കും. പിന്നീടുള്ളതാണ് 390 പേര്. ആ 390 പേരെ കഥയാണ് ഈ ഇതില് ലോകയിൽ ടോവിനോ പറയണത്. അപ്പോൾ ഇനി കണ്ടറിയണം കുഞ്ഞെ. ലോക ചാപ്റ്റർ 2 ചാത്തന്മാര് വരുമെന്നാണെങ്കിൽ ഇതിന്റെ കഥ എവിടെയൊക്കെ പോകുന്നു. ഞാൻ ആലോചിക്കണം, ഇതൊക്കെ പണ്ട് കേട്ടറിഞ്ഞ കഥകളൊക്കെ നമ്മളിപ്പോ സിനിമയിൽ യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ കിട്ടുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ദാറ്റ് റിയലി എൻജോയ്ഡ് ഇറ്റ്. വെയിറ്റ് ചെയ്യാണ് ചാത്തന്മാര് വരാൻ വേണ്ടിയിട്ട്.